ഹായ് ഓൾ. ഇന്ന് തേങ്ങ വറുത്തരച്ച നല്ല ഞണ്ട് കറിയാണേ. ആദ്യത്തെ ഒരു കോട്ട കഴിഞ്ഞു. അപ്പോഴാണ് വിചാരിച്ചേ ഒരു വീഡിയോ എടുക്കാമെന്ന്, ഒരു കാര്യം ഓർമ്മ വന്നപ്പം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പണ്ട് ഞങ്ങളുടെ വീട്ടിലൊന്നും ടി വി ഇല്ല. അപ്പം ഞങ്ങൾ പണ്ട് ഞാനും എൻ്റെ ചേച്ചി ഞങ്ങൾ ടി വി കാണാൻ ഇങ്ങനെ പോകുമായിരുന്നു. എല്ലാ കുട്ടികളും ആ കാലത്ത് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ടി വി കാണാൻ പോകുമ്പം ഒരു ദിവസം അവരുടെ വീട്ടിൽ നിന്ന് ഉച്ച സമയമായി. രാവിലെ പോയതാണ് ടി വി കാണാൻ. രാവിലെ പോയാൽ വൈകുന്നേരം 6 മണി വരെ ടി വി കണ്ടുകൊണ്ടിരിക്കും. അവരും ടി വി ഓഫ് ചെയ്യില്ലായിരുന്നു കേട്ടോ. അപ്പം ഒരു ദിവസം ഉച്ചയായപ്പോഴത്തേനും നല്ല മണമെന്ന് പറഞ്ഞാൽ അവിടുത്തെ അമ്മച്ചി ഞണ്ട് കറി വെക്കുമായിരുന്നു, വല്യമ്മ. അപ്പം നല്ല മണം വരുന്നുണ്ട്. അങ്ങനെ ഉച്ചയായപ്പോൾ അവർ ഞങ്ങൾക്കും ഒരു പാത്രത്തിൽ കുറച്ച് ചോറും ഞണ്ട് കറിയും കൂടെ തന്നു. അതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഞണ്ട് കറി എക്സ്പീരിയൻസ്. അത് കഴിച്ചപ്പോൾ ഉണ്ടായ എൻ്റെ ഒരു സന്തോഷം, കാരണം എൻ്റെ ജീവിതത്തിൽ ഞാനത് കഴിച്ചിട്ടേ ഇല്ല. ആദ്യമായിട്ടാണ് അത് കഴിക്കുന്നത്. 10-12 വയസ്സുള്ള ഒരു കുട്ടി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം നമ്മുടെ കൺമുമ്പിൽ കിട്ടുമ്പം എന്ത് സന്തോഷമായിരിക്കും. ആ ഒരു ഫീലിംഗ് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ വന്ന് എൻ്റെ ചാച്ചനോട് പറഞ്ഞു, പക്ഷേ ഞണ്ട് മേടിച്ച് കഴിക്കാനുള്ള നിവൃത്തിയൊന്നും നമുക്കില്ലല്ലോ. അതുകൊണ്ട് അത് പിന്നെ ഒരു ആഗ്രഹം മാത്രമായിരുന്നു. സോറി. പിന്നെ ഞണ്ട് കഴിക്കണം എന്നുള്ളത് എൻ്റെ ഒരു അംബീഷനായി മാറി. ഇപ്പോൾ കുറേ വർഷങ്ങൾക്കിപ്പുറം ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ എനിക്ക് മേടിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് റിയൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു ഒരു കാര്യം ആഗ്രഹിച്ചാൽ അതിനുവേണ്ടി പണിയെടുത്താൽ ഇന്നല്ലെങ്കിൽ നാളെ അത് കിട്ടും. അത് ഒരു ചെറിയ കാര്യമായിക്കോട്ടെ വലിയ കാര്യമായിക്കോട്ടെ, പക്ഷേ കിട്ടും. പക്ഷെ അതിന് വേണ്ടിയിട്ട് പണിയെടുക്കണം. അന്ന് എനിക്ക് വെറും 12 വയസ്സായിരുന്നു. ഇന്ന് എനിക്ക് 32 വയസ്സാണ്. ഇന്നെനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ കഴിക്കാൻ പറ്റും. ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ എനിക്ക് മേടിക്കാൻ പറ്റും. മാനിഫെസ്റ്റേഷൻ അതുള്ളതാണ്. നിങ്ങളും ആത്മാർത്ഥമായിട്ടൊന്ന് ആഗ്രഹിച്ചാൽ ഉറപ്പായിട്ടും കിട്ടും. അപ്പം ഇത് ഞാൻ പറയുന്നത് എൻ്റെ ചെറുപ്പകാലം അറിയാവുന്ന, എൻ്റെ ചെറുപ്പത്തിൽ എന്നെ കണ്ടിട്ടുള്ള പരിചയപ്പെട്ടുള്ള എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ റിലേറ്റ് ചെയ്യാൻ പറ്റും അവർക്ക്. സോ നിങ്ങളും മാനിഫെസ്റ്റ് ചെയ്യുക, അതിന് വേണ്ടി പണിയെടുക്കണം കേട്ടോ. നാളെ മറ്റൊരു വീഡിയോ വരാം കേട്ടോ. ഇനി ഞാനിതൊന്ന് കഴിക്കട്ടെ. Bye bye.